നമസ്കാരം. ഭക്തമാനസം ചാനലിലേക്ക് എൻ്റെ എല്ലാ കഥാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയുന്നത് പാഴൂർ പെരിന്ത്രിക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥയെ പറ്റിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും തുടർന്ന് കഥകൾ പറയാനുള്ള പ്രചോദനം തരിക. ഒരിക്കൽ ഒരു നമ്പൂരി വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിച്ച് ജാതകം നോക്കിക്കാനായി ചില സ്ത്രീ ജാതകങ്ങളും തൻ്റെ ജാതകവും കൊണ്ട് പാഴൂർ കണിയാരുടെ അടുക്കൽ ചെന്നു. കണിയാർ ജാതകങ്ങളെല്ലാം വാങ്ങി ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട്, തമ്പുരാനിപ്പോൾ വിവാഹത്തിനായി ഉത്സാഹിക്കണമെന്നില്ല. അവിടേക്ക് ഇപ്പോൾ വലിയ ഗ്രഹപ്പിഴക്കാലമാണ്. ഒരു കൊല്ലത്തിനകം അവിടുന്ന് തീപ്പെട്ടു പോകുമെന്നാണ് ജാതകം കൊണ്ടു കാണുന്നത്. അതിനാൽ ജാതകം നോക്കണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടു മതി. ഈ ഗ്രഹപ്പിഴ നീങ്ങി കിട്ടണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പുണ്യകർമ്മമെങ്കിലും ചെയ്യണം. അതത്ര എളുപ്പമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്പൂതിരിക്ക് സാമാന്യത്തിലധികം വ്യസനമുണ്ടായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതിനു മറുപടിയായി ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങിയതിനാൽ പുഴയിലിറങ്ങി കുളിച്ച് ഒരു നമ്പൂരി ഇല്ലത്ത് പോയി അത്താഴവും കഴിച്ച് അവിടെ കിടന്നു. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിചാരം നിമിത്തം നമ്പൂരിക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഈ ഗ്രഹപ്പിഴ നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു തുടങ്ങി. അദ്ദേഹം വിചാരിച്ച് ഒടുക്കം ഒരു ക്ഷേത്രം പണിയിച്ച് ശിവപ്രതിഷ്ഠ കഴിപ്പിച്ച് അവിടെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന മുതൽ കൊടുത്തേക്കാമെന്ന് നിശ്ചയിക്കുകയും അതിനുള്ള മുതൽ തൻ്റെ മനസ്സങ്കല്പം കൊണ്ട് നീക്കിവെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും കണിയാരുടെ അടുക്കൽ ചെന്ന് തൻ്റെ ആയുസ്സിനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു പറയണമെന്ന് പറഞ്ഞു. കണിയാർ വീണ്ടും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ദീർഘായുരാരോഗ്യം കാണുകയാൽ തമ്പുരാൻ എന്തോ വലുതായ പുണ്യകർമ്മം ചെയ്തിരിക്കുന്നതായി കാണുന്നുണ്ട്. ഇനി ഭയപ്പെടേണ്ടതൊന്നുമില്ല. അവിടേക്ക് ദീർഘായുരാരോഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇനി ഉടനെ വിവാഹം നടത്താം എന്ന് പറയുകയും ജാതകം നോക്കി കൊടുക്കുകയും ചെയ്തു. എങ്കിലും താൻ നിശ്ചയിച്ച പുണ്യകർമ്മം സാധിച്ചതിനു ശേഷമല്ലാതെ വിവാഹം കഴിക്കുകയില്ലെന്ന് നമ്പൂരി തീർച്ചയാക്കി. അക്കാലത്ത് പാഴൂർ തന്നെ തച്ചുശാസ്ത്ര നിപുണ്യനും യോഗ്യനുമായ ഒരു തച്ചൻ ഉണ്ടായിരുന്നു. നമ്പൂരി അവന്റെ അടുക്കൽ ചെന്ന് വൈക്കത്ത് പെരുന്ത്രിക്കോവിൽ പോലെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കേണ്ടതിരിക്കുന്നു എന്നും അതിലേക്ക് ഒരു കണക്ക് ഉണ്ടാക്കുകയും സ്ഥാനം നിശ്ചയിക്കുകയും പണി നടത്തിച്ചു തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. തച്ചൻ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും വൈക്കത്ത് പെരുന്ത്രിക്കോവിൽ ക്ഷേത്രത്തിന്റെ ആകൃതിയൊപ്പിച്ച് കണക്കുണ്ടാക്കുകയും ക്ഷേത്രം പണിയുന്നതിന് പൂർവവാഹിയായ പാഴൂർ പൊടിയുടെ വക്കത്ത് ഒരു സ്ഥാനം കാണുകയും അവിടെ ആ കണക്ക് ഒപ്പിച്ച് ഒരമ്പലം പണി തീർക്കുകയും ചെയ്തു. നമ്പൂരി അവിടെ ശിവപ്രതിഷ്ഠ, കലശം മുതലായവ നടത്തുകയും ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്ന 5 പൂജ, 3 ശീവേലി, നവകം, പഞ്ചഗവ്യം മുതലായവ പ്രതിദിനം നടത്തുന്നതിനും മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകൾ ആ ദേവന്റെ വകയ്ക്കായി കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് പാഴൂർ പെരുന്ത്രിക്കോവിൽ ക്ഷേത്രമുണ്ടായത്. ആ ക്ഷേത്രം വൈക്കത്ത് പെരുന്ത്രിക്കോവിൽ ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രം സംബന്ധിച്ചുള്ള ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പാഴൂർ പെരുന്ത്രിക്കോവിൽ ക്ഷേത്രം പണിയെഴുപ്പിച്ച തച്ചപ്പണിക്കൻ നല്ല കണക്കനായിരുന്നു എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അവനെ ക്ഷേത്രങ്ങൾക്ക് കണക്ക് നിശ്ചയിക്കുന്നതിനും സ്ഥാനം കാണുന്നതിനും മറ്റുമായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കൊണ്ടുപോവുക പതിവായിരുന്നു. ക്ഷേത്രപ്പണി തുടങ്ങിയാൽ
അത് മുഴുവനായി കലശം കഴിയുന്നതുവരെ പ്രധാന തച്ചൻ പൂണൂൽ ധരിക്കണമെന്നും ക്ഷൗരം ചെയ്യിക്കാൻ പാടില്ലെന്നും ഒരു ഏർപ്പാടുണ്ടല്ലോ. അതിനാൽ ഈ തച്ചപ്പണിക്കൻ എന്നും പൂണൂൽ ധരിച്ചുകൊണ്ടും ക്ഷൗരം ചെയ്യിക്കാതെയുമാണ് ഇരുന്നിരുന്നത്. ക്ഷേത്രപ്പണിക്കു പ്രാധാന്യം വഹിച്ചുകൊണ്ടിരിക്കാനല്ലാതെ അവന് സമയം കിട്ടിയിരുന്നില്ല. അവന്റെ ചുമതലയിൽ ഒരു സ്ഥലത്ത് ഒരമ്പലം പണി തുടങ്ങിയാൽ അത് മുഴുവൻ ആകുന്നതിനു മുൻപ് വേറെ 4 ദിക്കിൽ തുടങ്ങും. അതിനാൽ അവൻ എന്നും താടിയും തലയും വളർത്തിക്കൊണ്ടും പൂണൂൽ ധരിച്ചുകൊണ്ടും ഇരുന്നു. അവന്റെ ദേഹം വെളുത്തും ചുവന്നും തടിച്ചുരുണ്ടും സ്വല്പം കുടവയറോടു കൂടിയതുമായിരുന്നു. കാഴ്ചയിൽ അവൻ നല്ല ശ്രീമാനും തേജസ്വിയും ആകെപ്പാടെ യോഗ്യനുമായിരുന്നു. ഇതെല്ലാം കൊണ്ടും ഇവനെ കണ്ടിട്ട് പരിചയമില്ലാത്തവർ ഒരാഠ്യൻ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കുക സാധാരണയുമായിരുന്നു. ഈ തച്ചപ്പണിക്കനെ ഒരിക്കൽ ഒരു അമ്പലത്തിനു സ്ഥാനം നോക്കി നിശ്ചയിക്കാനായി കായംകുളത്ത് രാജാവിന്റെ കൽപ്പന പ്രകാരം ആളുകൾ വന്ന് ഒരു തോണിയിൽ കയറ്റി കൊണ്ടുപോയി. ആ തോണി വേമ്പനാട്ടു കായലിലായപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ട് ഒരു ബോട്ട് വരുന്നത് കണ്ടു. ആ ബോട്ടിൽ പൂരാടം പിറന്ന ശക്തനായ ചെമ്പകശ്ശേരി രാജാവായിരുന്നു. ബോട്ടും തോണിയും തമ്മിൽ ഒട്ടടുത്തപ്പോൾ തന്നെ രാജാവ് തച്ചപ്പണിക്കനെ കാണുകയും വിശിഷ്ടനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണെന്ന് തീർച്ചപ്പെടുത്തി ബോട്ടിനകത്ത് എണീറ്റ് നിൽക്കുകയും ചെയ്തു. രാജാവിനെ കണ്ട് തച്ചനും തോണിയിൽ എണീറ്റ് നിന്നു. ബോട്ടും തോണിയുമായി നല്ല പോലെ അടുത്തപ്പോൾ രാജാവ് തച്ചനോട് ആരാണ് എന്ന് ചോദിച്ചു. വിക്കിയാണ് ആരാണെന്ന് ചോദിച്ചത്. തച്ചപ്പണിക്കനും വിക്കിയിരുന്നതിനാൽ അടിയൻ തച്ചനാണെന്ന് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവൻ തന്നേക്കാൾ ആഭിജാത്യമുള്ള ആഠ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ബ്രാഹ്മണനായ താൻ സബഹുമാനം എണീറ്റു നിന്നു പോയതിലുള്ള കുണ്ഠിതവും തച്ചനും വിക്കി പറഞ്ഞു തന്നെ പരിഹസിച്ചതാണെന്ന് വിചാരിച്ചുണ്ടായ കോപവും രാജാവിന് സഹിക്കവയ്യാതെയായി. ഉടനെ അദ്ദേഹം ഒരു വാളുമായി ആ തോണിയിൽ ചാടിക്കയറുകയും തച്ചന്റെ കഴുത്തു വെട്ടിമുറിച്ചു കായലിലിടുകയും ചെയ്തിട്ട് പോകേണ്ടിയിരുന്ന ദിക്കിലേക്ക് പോവുകയും ചെയ്തു. ആ ദിവസം പാഴൂർ പെരുന്തൃക്കോവിൽ ഉച്ചശീവേലി എഴുന്നള്ളിച്ച് ആദ്യത്തെ പ്രദക്ഷിണം കിഴക്കേ നടയിലായപ്പോൾ മതി, അകത്തെഴുന്നള്ളിച്ചു നട പൂട്ടട്ടെ, എന്റെ തച്ചൻ മരിച്ചിരിക്കുന്നു, എനിക്ക് അതുകൊണ്ടുള്ള വ്യസനം സഹിക്കവയ്യാതെയുമായിരിക്കുന്നു എന്നൊരശരീരി വാക്കു കേൾക്കപ്പെട്ടു. ഇത് പാഴൂർ തൃക്കോവിൽ ഭഗവാന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് ഉടനെ അകത്തെഴുന്നള്ളിക്കുകയും നട പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ഉച്ചശീവേലിക്ക് ഒരു പ്രദക്ഷിണമേ പതിവുള്ളൂ. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ പതിവായി നിവേദ്യം വകയ്ക്കും മറ്റുമുള്ള അരി അളന്നു കൊടുക്കുക മുതലായ പ്രവൃത്തികൾ നടത്തുന്നതിന് ഒരു മൂത്തതുണ്ടായിരുന്നു. അദ്ദേഹത്തിനു ക്ഷേത്രത്തിൽ നിന്നു പല അനുഭവങ്ങളും ആദായങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ചതുരംഗ പോരുകാരനായിരുന്നു. ചതുരംഗം വെച്ച് അദ്ദേഹം പലരെയും തോൽപ്പിക്കുകയും ആരോടും തോൽക്കാതിരിക്കുകയും ചെയ്തതിനാൽ ചതുരംഗത്തിൽ തന്നെ തോൽപ്പിക്കുന്നതിനു ഭൂലോകത്തിൽ ആരുമില്ലെന്ന ഒരഹന്ത അദ്ദേഹത്തിനു കലശിലായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആ ദേശക്കാരനും കുറൂർ എന്ന് ഇല്ല പേരുമായ ഒരു നമ്പൂരി ഈ മൂത്തതും കൂടി ഒരു ദിവസം ചതുരംഗം വയ്ക്കുകയും നമ്പൂരി മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മൂത്തത് ഒരു വര കൂടി വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. തോൽപ്പിച്ചില്ല, മൂത്തതിനെ ഞാൻ തോൽപ്പിക്കുകയാണ് ചെയ്തെങ്കിലോ എന്ന് നമ്പൂരി ചോദിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഈ ക്ഷേത്രത്തിലുള്ള അവകാശങ്ങൾ മുഴുവനായും ഞാൻ അങ്ങയ്ക്ക് ഒഴിഞ്ഞു തന്നേക്കാം എന്നു മൂത്തത് പറഞ്ഞു. അപ്രകാരം മൂത്തതിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന്റെ ശേഷം നമ്പൂതിരി മൂത്തതിനോടുകൂടി വീണ്ടും ചതുരംഗം വയ്ക്കുകയും മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. മൂത്തത് സത്യപ്രകാരം ക്ഷേത്രത്തിലെ സകല അവകാശങ്ങളും നമ്പൂതിരിക്ക് ഒഴിഞ്ഞുകൊടുത്തിട്ട് കുടുംബസഹിതം ആ ദേശത്തു നിന്നും പോയിക്കളഞ്ഞു. അതിനാൽ ഇപ്പോൾ പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ മൂത്തതില്ല. മൂത്തത് നടത്തി വന്നിരുന്ന പ്രവൃത്തികളെല്ലാം ഇപ്പോൾ
കുറൂര് നമ്പൂരിമാരുടെ ആൾക്കാരായ ചിലരാണ് നടത്തി വരുന്നത്. മൂത്തതിനുള്ള അനുഭവങ്ങളെല്ലാം ദേവസ്വത്തിൽ നിന്നും കുറൂര് നമ്പൂരിക്ക് കൊടുത്തു വരുന്നുമുണ്ട്. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്ര തിരുമുറ്റത്ത് വളരെ പഴക്കമുള്ള ഒരു വരിക്കപ്ലാവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുണ്ടായത് എന്താണെന്ന് ഓർമ്മയുള്ളവരായി ആരും ആ ദിക്കിലില്ല. വലിയവരോടോ വൃദ്ധന്മാരോടോ ചോദിച്ചാലും അവർക്ക് ഓർമ്മയുള്ള കാലം മുതൽ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടെന്നു പറയും. അതിനെ കീഴ്ലോകത്തു വരിക്ക എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. ആ പ്ലാവിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഏറ്റവും രസകരമാണ്. ഒരിക്കൽ പാഴൂർ പെരുന്തൃക്കോവിലെ കലശക്കുടങ്ങൾ മുക്കാനായി ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാരിൽ ഒരാൾ പുഴയിൽ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒരു സ്വർണക്കുടമുണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിൽ പതിവായിട്ടുള്ള നവകത്തിനു ബ്രഹ്മക്കുടമായി ഉപയോഗിക്കുന്നതിനായിരുന്നു. ആ കുടം മുക്കിയപ്പോൾ കയ്യിൽ നിന്ന് തെറ്റി വെള്ളത്തിൽ പോവുകയും പുഴയിൽ താണു പോവുകയും ചെയ്തു. ഉടനെ ആ കടകക്കാരൻ അയ്യോ പൊങ്കുടം പോയല്ലോ എന്ന് പറഞ്ഞു ആറ്റിൽ ചാടി മുങ്ങി. കുടം താണു പോകുന്നത് അയാൾക്കു കാണാമായിരുന്നു. എങ്കിലും പിടിക്കാൻ പറ്റിയില്ല. അതിനാൽ അയാളും കുടത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ വളരെ താഴെ ചെന്നപ്പോൾ വെള്ളം അവസാനിക്കുകയും അവിടെ ഒരു കരപ്രദേശമായി കാണപ്പെടുകയും ചെയ്തു. അവിടെ കുറെ ആളുകൾ കൂടി ചക്കപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു തുണ്ടൻ ചക്കപ്പഴം അയാൾക്ക് തിന്നാനായി കൊടുത്തു. അതിലുള്ള കുരുവെല്ലാം തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അയാൾ ആ ചക്കപ്പഴം തിന്നു നോക്കി. അതിന്റെ മാധുര്യം അസാധാരണമായി അയാൾക്ക് തോന്നി. അത്ര വിശേഷപ്പെട്ട ചക്കപ്പഴം അയാൾ അതിനു മുൻപ് ഒരിക്കലും കഴിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിന്റെ ഒരു കുരു തട്ടിയെടുത്ത് നമ്മുടെ ദിക്കിൽ കൊണ്ടുപോകണമെന്ന് അയാൾ നിശ്ചയിക്കുകയും അവിടെയുള്ളവരറിയാതെ ആ കുരു മുണ്ടിനടിയിൽ ഒളിച്ചു വെക്കുകയും ചെയ്തു. പിന്നെ ആ മനുഷ്യൻ പൊൻകുടമെടുത്ത് അവിടെ ഉണ്ടായിരുന്നവരോട് യാത്രയും പറഞ്ഞ് തിരിച്ചു പോരുകയും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ കടവിൽ തന്നെ വന്നു കയറുകയും ചെയ്തു. അയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ചക്കക്കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചുണ്ടായ പ്ലാവിനെയാണ് ഇപ്പോൾ കീഴ്ലോകത്ത് വരിക എന്ന് പറഞ്ഞു പോരുന്നത്. ഇങ്ങനെ അനേകം വിശേഷങ്ങളോടുകൂടിയതാണ് പാഴൂർ പെരുന്തൃക്കോവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തെ അവസാനിപ്പിച്ചു കൊള്ളുന്നു.